Yo, this is Karthikeyan and welcome back to my channel Karthikeyan. Today guys, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്മാർട്ട് ഫോൺ കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. Redmi Note 14 Pro Plus versus Realme 14 Pro Plus ആണ്. ഗൈസ് അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഇറങ്ങിച്ച് ഒരു മാസത്തിൽ കൂടുതലായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഗൈസ് നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്യാണ്. എന്നാൽ ഇത് റെഡ്മീൻ്റെയും റിയൽമീൻ്റെയും എന്താ പറയുക ബഡ്ജറ്റല്ല ഇപ്പോൾ പ്രീമിയം മിഡ് റേഞ്ച് കാറ്റഗറിയെ അവർ ഏറ്റവും ബെസ്റ്റ് സീരീസാണ്. അപ്പോൾ ആ രണ്ട് തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ നോക്കാം. അതപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ റെഡ്മി ആദ്യം ബിൽഡ് ആൻഡ് ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. റെഡ്മി നോട്ട് 14 Pro Plusൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ 205 grams 210 grams. അത് നമ്മൾ കാരണം വെച്ചാൽ നമ്മൾ എക്കോ ലെതറോ അല്ലെങ്കിൽ ഗ്ലാസ് ബാക്കോ ആ ഡിസൈൻ അനുസരിച്ചിരിക്കുമായിരിക്കും. 205 grams 210 grams അപ്പോൾ കുറച്ച് ഹെവിയാണ് സ്മാർട്ട് ഫോൺ. പിന്നെ IP68 69 ഡസ്റ്റ് ടൈറ്റൻ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല വാട്ടർ പ്രൊട്ടക്ഷനാണ്. IP69 എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റാണ്. അടുത്ത നമ്മൾ റിയൽമി 14 Pro Plus നോക്കുകയാണെങ്കിൽ 194 ഗ്രാമാണ് വെയിറ്റ്. പിന്നെ ഗ്ലാസ് ഫ്രണ്ടാണ്, ഗൊറില്ല ഗ്ലാസ് 7. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, പ്ലാസ്റ്റിക് ബാക്കാണ്. അതൊന്നും മാറ്റണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് ബാക്ക് ഒരു അലുമിനിയം ഫ്രെയിമൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തും റിയൽമി 14 Pro Plusലുണ്ട് IP68 69 ഡസ്റ്റ് ടൈറ്റൻ വാട്ടർ റെസിസ്റ്റൻറ്റ് സപ്പോർട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് നേരെ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 14 Pro Plusൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ AMOLED 68 billion കളേഴ്സ് 120 Hz HDR10+ ഡോൾബി വിഷൻ 3000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ നോർമൽ ബ്രൈറ്റ്നസ് വെച്ചാൽ നമ്മൾ ഈ ഇൻഡോറൊക്കെ ഇരിക്കും. അപ്പോൾ പിന്നെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് വെച്ചാൽ HBM ഹൈ ബ്രൈറ്റ്നസ് മോഡ് വെച്ചാൽ നമ്മൾ ഈ സണ്ണിന് ഡയറക്റ്റ് നിൽക്കും. ആ പീക്ക് ബ്രൈറ്റ്നസ്സിന് ഉദ്ദേശിച്ചാൽ നമ്മൾ HDR കണ്ടൻറ്റ് കാണുമ്പോൾ മാത്രമേ അല്ലാണ്ട് എല്ലാ സമയവും പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടാകുന്ന ഒരു നിർബന്ധമില്ല. അതടുത്ത് നമ്മൾ റിയൽമി 14 Pro Plusൻ്റെ നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ OLED 1 billion കളേഴ്സ് 120 Hz 1200 nits HBM ഹൈ ബ്രൈറ്റ്നസ് മോഡ് 1500 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ റെഡ്മി നോട്ട് 14 Pro Plusൽ കോണിങ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്. ഇതിൻ്റെ അകത്ത് റിയൽമി 14 Pro Plusൽ കോണിങ് ഗൊറില്ല ഗ്ലാസ് 7i ആണ് ഗൈസ്. അപ്പം ഈ രണ്ട് തമ്മിൽ ഏറ്റവും ബെസ്റ്റ് വെച്ചാൽ ഗൈസ് അപ്പോൾ ഞാൻ പറയുക കോണിങ് ഗൊറില്ല ഗ്ലാസ് 7i ആണ് കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് ചിലവർ പറയുന്നത്. രണ്ടും ഏകദേശം സിമിലർ തന്നെയാണ്. രണ്ടും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. കോർണിങ് പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് സംഭവം തന്നെയാണ്. പക്ഷെ എന്താണെങ്കിലും നിങ്ങൾ എത്ര വലിയ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും സ്ക്രീൻ പ്രൊട്ടക്ടറും കേസ് ഇട്ടിച്ചില്ലെങ്കിൽ പൊട്ടും. കാരണം ഗ്ലാസ് ഈസ് ഓൾവേസ് ഗ്ലാസ് കേസ്. എത്ര നമ്മൾ കോർണിങ് ഗൊറില്ല വിക്ടസ് 2 ആണെങ്കിൽ എത്ര ആണെങ്കിലും നമ്മൾ താഴെ വീണാൽ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് എന്തായാലും കൂടുതൽ തന്നെയാണ്. ബിക്കോസ് ഗ്ലാസ് പൊട്ടും. അപ്പോൾ അത് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്ക്രാച്ചാണ്. കാരണം നമ്മൾ ഫോൺ നമുക്കറിയാമല്ലോ, നമ്മൾ എവിടേക്കൊക്കെ നമ്മൾ ഫോൺ യൂസ് ചെയ്യും. നമ്മളെല്ലാം ഓൾ ടൈം നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ ഓൾ ടൈം എല്ലാ ടൈമിലും ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അതിനെക്കൊണ്ട് നമ്മളെപ്പോഴും ഫോൺ റഫ് യൂസ് ആയതുകൊണ്ട് ചിലവർ നല്ല രീതിയിൽ യൂസ് ചെയ്യും, അങ്ങനെയല്ല. റഫ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് സ്ക്രാച്ചൊക്കെ സംഭവിക്കാൻ ചാൻസ്. ചിലപ്പോൾ നമ്മളെ കീയും ഫോണും പോക്കറ്റിലുണ്ടെങ്കിൽ അത് നമ്മൾ കുലുങ്ങുമ്പോൾ അങ്ങനെ ആ സ്ക്രാച്ചസ് ഒക്കെ റെസിസ്റ്റ് ചെയ്യും. അതിനൊക്കെ നല്ല. പക്ഷെ നമുക്ക് ഡ്രോപ്പ് ടെസ്റ്റ് നമ്മളെപ്പോഴും ഡ്രോപ്പ് ടെസ്റ്റ് ഇവിടെ 1 മീറ്ററൊക്കെ പോയി ഡ്രോപ്പ് ടെസ്റ്റ് അവർ പറയുന്നുണ്ട്, കമ്പനി പറയുന്നുണ്ട്. പക്ഷേ വെച്ചാൽ അത് അവരാഴ്ചയുള്ള എന്തൊക്കെയൊക്കെയോ ഇതൊക്കെ യൂസ് ചെയ്താണ്. നമ്മൾ വീടിൻ്റെ തറയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതിനെക്കൊണ്ട് അങ്ങനത്തെ ടെസ്റ്റൊന്നും ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ആരും ചെയ്യൂല. നിങ്ങൾ ജസ്റ്റ് മാക്സിമം കേസും സ്ക്രീൻ പ്രൊട്ടക്ടറൊക്കെ ഇട്ട് യൂസ് ചെയ്യുക. യെസ്. അടുത്ത നമ്മൾ ചിപ്സെറ്റിൻ്റെ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണും സെയിം ചിപ്സെറ്റാണുള്ളത്. കോൾകോം സ്നാപ്ഡ്രാഗൺ 7S Gen 3. അതൊരു 4 nanometer ചിപ്സെറ്റാണ്. അത്യാവശ്യം ഈ റേഞ്ചിൽ കുഴപ്പമില്ല. പക്ഷേ ഇവരെ പ്രൈസിങ് അനുസരിച്ച് കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് ആണ് രണ്ട് ഫോണിൻ്റെയും. ഇതൊരു 25 കാറ്റഗറിയിലൊക്കെ കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇവർ 30ലാണ് പിടിച്ചിരിക്കുന്നത്. അതിനെക്കൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം ഡേ ടു ഡേ ടാസ്ക് ഭയങ്കര ഓവർ പെർഫോമൻസ് ഒന്നുമില്ല. ഒരു നോർമൽ പെർഫോമൻസിൻ്റെ അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ഗെയിമിങ് അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇതൊരു നോർമൽ പ്രീമിയം മിഡ് റേഞ്ച് കാറ്റഗറി ചിപ്സെറ്റാണ്. അല്ലാണ്ട് ഓവർ നമ്മളെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 അതിനെ വെച്ച് അത്രയൊന്നും കമ്പയർ ചെയ്യാൻ എത്താനും പറ്റില്ല. ഇത് നോർമൽ 8 Gen 3 വെച്ചൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഇതാണ് ചിപ്സെറ്റാണ് പ്രീമിയം മിഡ് റേഞ്ച് കാറ്റഗറിയിലത്തെ. അടുത്ത നമുക്ക് ഇതിലേക്ക് പോവാം, ക്യാമറയിലേക്ക് കിടക്കാം. അപ്പോൾ റെഡ്മി നോട്ട് 14 Pro Plus നോക്കുകയാണ് 50 MP OIS ക്യാമറയാണ്. 50 MP ടെലിഫോട്ടോ ക്യാമറ, അതിൻ്റെ അകത്തുണ്ട് 2.5x ഒപ്റ്റിക്കൽ സൂമാണ്. പിന്നെ 8 MP അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്. 4K to 24-30 FPS വിത്ത് 1080 30 60 120 FPS ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. റിയൽമി 14 Pro Plus നോക്കുകയാണെങ്കിൽ 50 MP ഒരു നോർമൽ OIS ഉള്ള ഒരു ക്യാമറയാണ്. പിന്നെ 50 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആണ്, അതിൻ്റെ അകത്ത് OIS ഉണ്ട്. പിന്നെ 3x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. പിന്നെ 8 MP അൾട്രാ വൈഡ് ക്യാമറയാണ്. പിന്നെ 4K to 30 FPS 1080 30 60 120 FPS ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ അതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 14 Pro Plusൻ്റെ സെൽഫി ക്യാമറ 20 MP നോർമൽ ക്യാമറ 1080p 30 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. 4K വീഡിയോ ഇല്ല, ദാറ്റ് ഈസ് എ ഡിസപ്പോയിൻറ്റിങ് തിങ്. പിന്നെ നമ്മൾ റിയൽമി 14 Pro Plusൻ്റെ നോക്കുകയാണെങ്കിൽ 32 MP ക്യാമറ ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും, 1080p 30 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ പറയുകയാണെങ്കിൽ സെൽഫി ക്യാമറ കാറ്റഗറിയിൽ ഐ തിങ്ക് റിയൽമി ഈസ് ദ വിന്നർ. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ 4K കൊടുക്കണം. ഈ 25 to 30 റേഞ്ച് ഓഫ് കോഴ്സ് എന്തായാലും നമ്മൾ ഇത്രയും പ്രീമിയം മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ എന്തായാലും നമുക്കൊരു ഇത് വേണം. 4K 30 FPS സെൽഫി ക്യാമറ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ദാറ്റ് ഈസ് വെരി ബാഡ് ഗൈസ്. പക്ഷേ അത് റിയൽമി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അവർ ഒപ്റ്റിക്കൽ സൂം കുറച്ചുകൂടെ ബെറ്ററാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ടെലിഫോട്ടോ പെരിസ്കോപ്പ് ക്യാമറയിൽ OIS ഉണ്ട്. അപ്പോൾ നമുക്ക് സൂം ചെയ്യുമ്പോൾ വലിയ ജെർക്ക് ഉണ്ടാവില്ല. ഈ സൂം ചെയ്യുമ്പോഴാണ് ശരിക്കും സൂമിങ് ക്യാമറയിലാണ് ഏറ്റവും കൂടുതൽ OIS വേണ്ടത്. കാരണം വെച്ചാൽ ടെലിഫോട്ടോ പെരിസ്കോപ്പ് ക്യാമറ വെച്ചാൽ സൂം ചെയ്യുന്നുള്ള കുറേ ഷെയ്ക്ക് ഉണ്ടാവും, അതൊക്കെ ബാലൻസ് ചെയ്യാൻ എന്തായാലും OIS കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ കാറ്റഗറിയിൽ ഐ തിങ്ക് റിയൽമി ഈസ് ദ വിന്നർ. അത് റിയൽമി തന്നെയാണ്. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ 4K പിന്നെ OIS വിത്ത് പെരിസ്കോപ്പ് ടെലിഫോട്ടോസ് ക്യാമറയിൽ. പിന്നെ നമ്മൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 14 Pro Plusൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഹെഡ്ഫോൺ ജാക്കില്ല. സാഡ്, ഇറ്റ്സ് വെരി സാഡ് ഗൈസ്. കാരണം വെച്ചാൽ എന്തായാലും പറഞ്ഞ കാര്യമില്ല, പ്രീമിയം മിഡ് റേഞ്ച് കിട്ടാൻ പോകുന്നില്ല. NFC അറിഞ്ഞുകൂടാ, ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് സംശയം. ചില സമയത്ത് ചില ഫോൺ ഇന്ത്യയിൽ NFC ഉണ്ടാവില്ല, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. NFC ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കലാണ്. ഇപ്പോൾ അൾട്രാസോണിക് ഈ പ്രൈസ് കിട്ടില്ല. റിയൽമി നോക്കുകയാണെങ്കിൽ റിയൽമി 14 Pro Plus നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന് ഹെഡ്ഫോൺ ജാക്കില്ല. NFC എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ്. ചിലപ്പോൾ നിങ്ങൾ ഫോൺ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടാവും, ഇന്ത്യയിൽ ഉണ്ടാവും എനിക്ക് സംശയമാണ്, അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്ത് നമുക്ക് ബാറ്ററി കാറ്റഗറിയിലേക്ക് കിടക്കാം. റെഡ്മി നോട്ട് 14 Pro Plusൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 6200 mAh 90 വാട്ടിൻ്റെ ഒരു വയർഡ് ചാർജിങ് ആണ്. റിയൽമി 14 Pro Plusൻ്റെ ബാറ്ററി വാങ്ങി 6000 mAh 80 വാട്ടിൻ്റെ വയർഡ് ചാർജിങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെഡ്മിയാണ് വിന്നർ. ബിക്കോസ് ബാറ്ററി 200 mAh കൂടുതൽ, 10 വാട്ട് കൂടുതൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഓവറോൾ വിന്നർ തിരഞ്ഞെടുക്കുന്നെങ്കിൽ പ്രൈസിങ് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പം ഗൈസ്, അപ്പോൾ റെഡ്മീൻ്റെ പ്രൈസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ 30,000 റേഞ്ചാണ്. റിയൽമീൻ്റെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, 23,000 തൊട്ട് 30,000 വരെയാണ്. നിങ്ങൾ മാക്സിമം ഓഫേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് സൈറ്റ് നോക്കി വാങ്ങുക. ഓൺലൈനാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, പിന്നെ ബാക്കി ട്രസ്റ്റബിൾ സൈറ്റ്സൊക്കെ നോക്കി നിങ്ങൾ ഏറ്റവും ഓഫറൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വാങ്ങുക. ഗൈസ്, അപ്പോൾ ഇതിനകത്തുള്ള വിന്നർ ആരായിരിക്കും ഗൈസ്? എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ റിയൽമിയാണ്. കാരണം റിയൽമീൻ്റെ പ്രൈസ് കുറവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ റിയൽമീൻ്റെ പ്രൈസ് കുറവാണ്. നമുക്ക് പ്രൈസ് കുറവ്, രണ്ടും ഒരു സെയിം ചിപ്സെറ്റാണ്. അതുപോലത്തെ റിയൽമീൻ്റെ പ്രൈസ് കുറവാണ്. അത് മാത്രമല്ല ഫ്രണ്ടിൽ 4K ഉണ്ട്, പിന്നെ വെയിറ്റ് കുറവാണ്. അതൊരു വലിയൊരു ഫാക്ടറല്ല. പക്ഷേ റെഡ്മീൻ്റെ ഗുണം എന്ന് വെച്ചാൽ കുറച്ച് ബാറ്ററി കാറ്റഗറി കുറച്ച് ബെറ്ററാണ്, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ റിയൽമി എടുക്കുന്നതായിരിക്കുമല്ലോ. കാരണം രണ്ടും സെയിം, ഞാൻ വേറെ ചിപ്സെറ്റാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. പക്ഷേ രണ്ട് സെയിം ചിപ്സെറ്റിൽ
കുറച്ചുകൂടെ ബെറ്റർ നോക്കാൻ റിയൽമി തന്നെയാണ്. നിങ്ങൾ പിന്നെ പ്രൈസ് കുറവായിട്ടും കിട്ടും ചെയ്യും റിയൽമിയിൽ. ഞാൻ പറയുന്നത് റിയൽമി 14 Pro Plus എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഒരു റെഡ്മി ഫാനായിരുന്നു, പക്ഷേ ഇപ്പോൾ റെഡ്മീൻ്റെ അവസ്ഥയൊക്കെ കണ്ടിച്ച് എനിക്കത് റെക്കമെൻഡ് ചെയ്യാനേ പറ്റൂല. നിങ്ങൾ റിയൽമി 14 Pro Plus എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഈ 2 സ്മാർട്ട് ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ. ബാക്കി നിങ്ങളെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എൻ്റെ ഒപ്പീനിയൻ. കാരണം നിങ്ങളിത് ഇത്രയും എൻ്റെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നതാണ് കുറച്ചുകൂടി വാല്യുബിളൈസ്. നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആൾക്കാർക്ക് അത് നോക്കിയും കുറച്ച് ഇതൊക്കെ മനസ്സിലാവും. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? റെഡ്മി നോട്ട് 14 Pro Plus ഓർ റിയൽമി 14 Pro Plus? എൻ്റെ റിയൽമി 14 Pro Plus. നിങ്ങളുടെ ഒപ്പീനിയൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ കമ്പാരിസൺ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. പീസ്. ബൈ.